Voice of Marketing, in touch with positive people. ഇന്ന് നമുക്ക് പ്രൈസിൻ്റെ ഇഷ്യൂകളെ എങ്ങനെ മറികടക്കാൻ സാധിക്കും. ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആയാലും റീറ്റെയിൽ മാർക്കറ്റിംഗ് ആയാലും ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലായാലും ഒരു കസ്റ്റമർ ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ കമ്പനിയോടോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറോടോ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കും, പ്രൈസ് കുറവുണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസ് കൂടുതലാണല്ലോ, അവർ ഇതിനേക്കാൾ പ്രൈസ് കുറഞ്ഞാണ് തരുന്നത്, ഇവർ അതിനേക്കാൾ കുറഞ്ഞാണ് തരുന്നത്. പ്രൈസ് ഒരു വലിയ മാറ്ററാണ്. ആ സമയം ഒരു ഡീലർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഡയറക്റ്റ് കസ്റ്റമർ വരുമ്പോൾ ഇത് പ്രൈസ് കൂടുതലാണ്, ആ ഷോപ്പിൽ ഇതിനേക്കാൾ പ്രൈസ് കുറവാണ്. ഒരു ഡയറക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഡയറക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന ഒരു എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ചിടത്തോളം ഫേസ് ചെയ്യുന്ന മറ്റൊരു വലിയ പ്രശ്നമാണ് ഈ പ്രൈസ്. വേറൊരു എക്സിക്യൂട്ടീവ് വന്നു, ഈ പ്രോഡക്റ്റിന് പ്രൈസ് കുറവാണ് പറഞ്ഞത്, ഈ സർവീസിന് പ്രൈസ് കുറവാണ് പറഞ്ഞത്. ശരിയാണല്ലോ. ഈ ഒരു കാര്യത്തെ നമുക്ക് എങ്ങനെ മുന്നോട്ട് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും? എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? നമ്മുടെ ക്വാളിറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു ബോധ്യം കൃത്യമായിട്ട് അവരിലേക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഏത് പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോഴും പ്രൈസ് കൂടുതലായി വാങ്ങിക്കുമ്പോഴും ആദ്യം ആ പേയ്മെൻറ്റ് കൊടുത്താൽ മതി. അത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ക്യാഷായിട്ട് കൊടുക്കാൻ വിഷമമാണെങ്കിൽ ക്യാഷ് ഇങ്ങനെ എണ്ണി കൊടുക്കുമ്പോൾ അതൊരു പ്രയാസമാണെങ്കിൽ ഗൂഗിൾ പേ ആയിട്ടോ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിട്ടോ കൊടുക്കൂ, അങ്ങനെയുള്ളവർ. എങ്കിലും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കൂ. വൺ ടൈം പേയ്മെൻറ്റ് കൊടുത്താൽ മതി. പക്ഷേ അത് ക്വാളിറ്റി കുറഞ്ഞ പ്രോഡക്റ്റ് ആണെങ്കിൽ ജീവിതകാലം മുഴുവനും അതിൻ്റെ ദുരന്തം, അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ശരിയാണല്ലോ. ഒരു പ്രോഡക്റ്റ് ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ ഏത് തരം ഹോം അപ്ലയൻസ് ആയ പ്രോഡക്റ്റ് വാങ്ങിച്ചാലും ക്വാളിറ്റി ഇല്ലെങ്കിൽ അത് സർവീസ് ചെയ്തുകൊണ്ട് നടക്കേണ്ടി വരുമ്പോൾ ലോക്കൽ പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ അതിൻ്റെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ കുറിച്ച് ഒരു റീറ്റെയിലറും ഡിസ്ട്രിബ്യൂട്ടറും ഒരു എക്സിക്യൂട്ടീവും ശ്രദ്ധിക്കേണ്ടത് ക്വാളിറ്റിയെ കുറിച്ചിട്ടുള്ള അവയർനെസ് കൃത്യമായിട്ട് കൊടുക്കുക. ഒരു ലോക്കൽ ബ്രാൻഡ് വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ഭാവിയിൽ, ഫ്യൂച്ചറിൽ? ഇതിനാണെങ്കിൽ ഗ്യാരണ്ടി ഉണ്ട്. 1 വർഷം, 2 വർഷം, 3 വർഷം, 10 വർഷം വരെ ഗ്യാരണ്ടി ഉണ്ട്, വാറണ്ടി ഉണ്ട്. എന്ത് മേജർ പ്രോബ്ലം വന്നാലും അത് റീപ്ലേസ് ചെയ്യാനുള്ള സംവിധാനം, സിസ്റ്റം നമുക്കുണ്ട്. ഇതിനെക്കുറിച്ചിട്ടുള്ള അവയർനെസ് കൊടുക്കുക. അതുപോലെ തന്നെ ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ മറ്റൊരു ഗുണം കൂടിയുണ്ട്. എന്താണത്? കൃത്യമായ ഗ്യാരണ്ടി അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ആ ഗ്യാരണ്ടിയിൽ സർവീസ് ഗ്യാരണ്ടി നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. ഹോമിൽ വന്ന്, നമ്മുടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്ത് കൊടുക്കുന്ന സിസ്റ്റമുണ്ട്. അല്ലെങ്കിൽ ആ റീറ്റെയിൽ ഷോപ്പിലേക്ക് എത്തിച്ച് കൊടുത്താൽ അവർ അത് റീപ്ലേസ് ചെയ്ത് തരുന്ന സിസ്റ്റങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതിന് പകരം ലോക്കൽ ബ്രാൻഡിൻ്റെ പുറകിൽ പോകാതിരിക്കുക. ഒരു റീറ്റെയിലർ എന്തൊക്കെ പറയണം? റീറ്റെയിലർ ഉറപ്പായിട്ടും ഇതിൻ്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ട് പറയണം. ഒരു ലോക്കൽ ബ്രാൻഡ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ സർവീസ് ഇഷ്യൂകൾ, ഇതിനെക്കുറിച്ചിട്ട് ഒരു കൃത്യമായ ബോധ്യം അവർക്ക് കൊടുത്താൽ ഒരുവിധം ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് സമാധാനത്തോടെ വിൽക്കാൻ ഒരു റീറ്റെയിലർക്ക് സാധിക്കും. ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതോടുകൂടി എപ്പോഴും ഉള്ള കംപ്ലൈൻറ്റുകൾ, പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. ഒരു ബിസിനസ്സിലും ശ്രദ്ധിക്കേണ്ടത് ഒരു പാഷനായിട്ട് കാണുന്നതോടൊപ്പം തന്നെ ഇതിലെ പ്രശ്നങ്ങളില്ലാതെ, ഒരു പ്രോഡക്റ്റിൻ്റെ പ്രശ്നങ്ങളില്ലാതെ ഒരു റീറ്റെയിലർക്ക് വിൽക്കാൻ സാധിക്കണം. അതുപോലെ കൺസ്യൂമറിന് ഉപയോഗിക്കാനും സാധിക്കണം. അതുപോലെ തന്നെ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് ഒരു റീറ്റെയിൽ ഷോപ്പിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ക്വാളിറ്റി ഇല്ലാത്ത വ്യക്തി തന്നെയായിട്ട് മാറും. യാതൊരു സംശയവുമില്ല. അയാൾ ഒരു ലോക്കൽ ബ്രാൻഡ് ഡീൽ ചെയ്യുന്നൊരു ഡിസ്ട്രിബ്യൂട്ടറാണ് അല്ലെങ്കിൽ ഒരു ഹോൾസെയിലറാണ് എന്ന പേര് ചാർത്തി കിട്ടും. ഒരു ഗുഡ് വില്ല് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. അയാളുടെ കയ്യിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഗ്യാരണ്ടി ഉണ്ട്, വാറണ്ടി ഉണ്ട്, നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ് ആ ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കുന്നത് എന്നുള്ളൊരു ബോധ്യം ഒരു റീറ്റെയിലർക്ക് വന്നാൽ അത് നിങ്ങളുടെ വളർച്ചയെ ഉറപ്പായിട്ടും സാധിക്കും. ഒരു പ്രൈസ് ഒരു മാറ്ററായിട്ട് നിൽക്കുമ്പോൾ തന്നെ
നല്ല പ്രോഡക്റ്റുകൾ, ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ ഡീലർക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾക്കും മനസമാധാനം അതായിരിക്കും. ലാഭത്തിൻ്റെ പുറകെ പൂർണ്ണമായിട്ടും പോയിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂകൾ ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എക്സിക്യൂട്ടീവ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, റെഫറൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ ഇല്ലാത്ത ക്വാളിറ്റികൾ പറയാതിരിക്കുകയും ഉള്ള ക്വാളിറ്റികൾ കൃത്യമായിട്ട് പറയുകയും, ഒരു വില്ല വിൽക്കുന്ന വ്യക്തിയായാലും ഒരു കാറ് വിൽക്കുന്ന എക്സിക്യൂട്ടീവ് ആയാലും അല്ലെങ്കിൽ അതുപോലെ ഇൻഷുറൻസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാ, അങ്ങനെ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലൂടെ സർവീസ് ഇൻഡസ്ട്രി, സർവീസ് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആരായാലും കൃത്യമായ വിവരങ്ങൾ മാത്രമേ പറയാവുള്ളൂ. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ വാക്ക് കൊടുക്കാവൂ. അങ്ങനെ വാക്ക് കൊടുത്ത് അനാവശ്യമായി എല്ലാം ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ നിമിഷത്തിൽ ഓർഡറിന് വേണ്ടിയും ചെക്ക് പേയ്മെൻറ്റിന് വേണ്ടിയും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് വലിയ ഇഷ്യൂലേക്കും കാര്യങ്ങളിലേക്ക് വരുന്നത്. ഈ പേയ്മെൻറ്റ് കിട്ടുന്നത് വരെ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ ഒരു സ്വഭാവം, ഫണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറൊരു സ്വഭാവമായിട്ട് ഒരു എക്സിക്യൂട്ടീവ് മാറരുത്. ഒരു എക്സിക്യൂട്ടീവ് ഒരു ബ്രാൻഡായിട്ട് മാറുന്ന വ്യക്തിയായിരിക്കണം. അയാളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റണം. ഞാൻ കൊടുക്കുന്ന പ്രോഡക്റ്റ് കൃത്യമായി സർവീസ് ഉള്ളതാണ്, ക്വാളിറ്റി ഉള്ളതാണ്, ഗുണനിലവാരമുള്ളതാണ്, ആ കസ്റ്റമറിന് ഇതുകൊണ്ട് ഒരു പ്രയാസം ഉണ്ടാകില്ല, ഈ പ്രോഡക്റ്റ് തന്നെ വാങ്ങിച്ചോളൂ. നമ്മുടെ വീട്ടിലേക്ക് ആ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ വാങ്ങിക്കാൻ തയ്യാറാണോ? അതിന് കംപ്ലൈൻ്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണോ? അല്ലെങ്കിൽ സർവീസിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ലോക്കൽ പ്രോഡക്റ്റ് വാങ്ങിക്കരുത് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള റിയാലിറ്റി അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നല്ല പ്രോഡക്റ്റ് സംസ്കാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. ഞാൻ പറഞ്ഞ പോലെ വില ഒരു പ്രാവശ്യം കൊടുത്താൽ മതി, ഒരൊറ്റ പ്രാവശ്യം വില കൊടുത്താൽ മതി. പക്ഷേ ആ വിലയുടെ കാര്യം 2, 5, 10 ദിവസം കഴിയുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് അതങ്ങ് പോകുമെങ്കിലും ക്വാളിറ്റി ഇല്ലാത്ത ലോക്കൽ ബ്രാൻഡ് വാങ്ങിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം, ഒരു റീറ്റെയിലറെ സംബന്ധിച്ചിടത്തോളം, ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം, ഒരു എക്സിക്യൂട്ടീവ് അത് ഡീൽ ചെയ്താൽ ജീവിതകാലം മുഴുവൻ അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങളെ പിന്തുടർന്നു കൊണ്ടിരിക്കും. അപ്പോൾ പ്രൈസ് ഒരു മാറ്ററായിട്ട് നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ മൂല്യത്തെക്കുറിച്ചുള്ള ബോധം അവർക്ക് കൊടുത്തുകൊണ്ട് ക്വാളിറ്റി പ്രോഡക്റ്റ് വിറ്റുകൊണ്ട് നിങ്ങളുടെ സക്സസ്സിലേക്കുള്ള യാത്ര തുടരാൻ സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ സക്സസ്.